എന്തായാലും വിമാന അപകടങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ ഒട്ടും ചെറുതല്ല. മുമ്പും രാജ്യത്ത് സമാന അനുഭവങ്ങൾ നിരവധിയുണ്ട്. അഭിലാഷ്, ഈ അപകടത്തിൻ്റെ ശാസ്ത്രീയ കാരണത്തിലേക്ക് വരുമ്പോൾ DGCA സംബന്ധിച്ച അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആ വഴിക്ക് നടക്കും. നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. അതായത് ഒരു വട്ടം ലാൻഡിങ്ങിന് ശ്രമിച്ചു, വീണ്ടും പറന്നുയർന്നു, വീണ്ടും ലാൻഡിങ്ങിന് ശ്രമിക്കുന്നു. ഇതിനിടയിലാണ് ഇത് വന്ന് വീണ് കത്തി അമരുന്നത്. അപ്പോൾ പ്രതികൂല കാലാവസ്ഥ എന്ന ഒരു പ്രാഥമിക കാരണത്തിലേക്ക് തന്നെയാണോ ഇതിൻ്റെ പ്രാഥമിക നിരീക്ഷണം എത്തുന്നത്? അങ്ങനെ എന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടോ? ഇതിൽ നമുക്ക് ലഭിക്കുന്നത് DGCയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമാണ്. അവരും പറയുന്നത് നമുക്കിപ്പോൾ ലഭിക്കുന്നതെല്ലാം പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണങ്ങൾ മാത്രമാണ്, നിഗമനങ്ങൾ മാത്രമാണ്. കൃത്യമായ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ ബ്ലാക്ക് ബോക്സ് അതിപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഭാഗ്യവശാൽ. ആ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ച് അതിൽ നിന്ന് ഈ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റകളും അവരുടെ സംഭാഷണങ്ങളും എല്ലാം ആ ബ്ലാക്ക് ബോക്സിൽ റെക്കോർഡ് ചെയ്യപ്പെടും. അത് റിട്രീവ് ചെയ്തെടുക്കുന്ന സമയത്താണ് ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ള കാര്യം മനസ്സിലാവുക. എന്നാൽ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് ആ ബാരമതി പ്രദേശത്ത് വലിയ രീതിയിൽ രാവിലെ മൂടൽ മഞ്ഞുണ്ടായിരുന്നു. അത് 9 മണിയോട് അടുത്തിട്ടും ആ മൂടൽ മഞ്ഞ് അങ്ങനെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിമാനം 8:45 കൂടി തന്നെ വിമാനത്താവളത്തിൻ്റെ മേഖലയിലെത്തുകയും എന്നാൽ ലാൻഡിങ്ങിന് ശ്രമിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ കാഴ്ച തടസ്സമുണ്ടായ സമയത്ത് ആദ്യം ലാൻഡിങ്ങിന് ശ്രമിച്ചപ്പോൾ കഴിഞ്ഞില്ല. പിന്നീട് ഒന്നുകൂടി പറന്നു വരുന്നതിന് ശേഷം ഒരിക്കൽ കൂടി ലാൻഡിങ്ങിന് ശ്രമിച്ചെങ്കിലും അത് നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല. പിന്നെ വിമാനം തകർന്ന് തൊട്ടടുത്തുള്ള ഒഴിഞ്ഞ പ്രദേശത്തേക്ക് വീഴുകയായിരുന്നു. അതിൽ 2 പൈലറ്റുമാരും കൊല്ലപ്പെട്ടു, അജിത് പവാറിനൊപ്പം എന്നുള്ളതും ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. അതിൽ എന്തായാലും പ്രാഥമികമായിട്ടുള്ളൊരു നിരീക്ഷണം ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതിൽ കൂടുതൽ അന്വേഷണത്തിന് ഇപ്പോൾ DGCA മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇതിൽ കേന്ദ്ര സർക്കാരും കൃത്യമായ രീതിയിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രാജ്യത്തെ ഞെട്ടിച്ചൊരു അപകടം, അതിൽ ഇത്തരം വലിയ ദുരൂഹതകൾ ആരോപിച്ചുകൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ശക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെ നടത്തേണ്ടി വരും കേന്ദ്ര സർക്കാരിന്. കാരണം മുന ചൂണ്ടുന്നത് കേന്ദ്ര സർക്കാരിന് നേർക്കാണെന്നുള്ളതാണ്. മാത്രമല്ല അതിൽ പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ സാധാരണ ഒരു പാസഞ്ചർ വിമാനമല്ല, അത് അത്യാഡംബരമായിട്ടുള്ള ഇത്തരം VVIPകൾ സഞ്ചരിക്കുന്ന പ്രൈവറ്റ് ജെറ്റാണ്. അതുകൊണ്ട് തന്നെ അതിൽ സുരക്ഷാ സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം സാധാരണ വിമാനങ്ങളെക്കാൾ ഒരല്പം കൂടി മുകളിലായിരിക്കും. അത്തരത്തിലുള്ളൊരു വിമാനത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നുള്ള കാര്യം കൂടി മുന്നോട്ട് വച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കൾ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ചില പ്രതിപക്ഷ നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇതിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. കാരണം മഹാരാഷ്ട്ര പോലൊരു വലിയ സംസ്ഥാനത്തെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാക്കളിൽ ഒരാളാണ് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ NDA നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ ഉപമുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഒരാളാണ്. ബാരമതി പോലുള്ളൊരു മണ്ഡലത്തിൽ എത്രയോ വർഷങ്ങളായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. 8 തവണ നിയമസഭയിലേക്കും 1 തവണ ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ്. 1991 മുതൽ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും ജനപിന്തുണയുള്ള ഒരു നേതാവാണ്. NCP പോലൊരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അങ്ങനെ ഇത്തരത്തിൽ വലിയൊരു നേതാവിൻ്റെ മരണം, അതും ഇത്രയും സുരക്ഷയുള്ള VVIP കാറ്റഗറിയിലുള്ള ഒരു നേതാവ്, ആ കാറ്റഗറിയിലുള്ള ഒരു നേതാവിൻ്റെ വിമാനം ഇത്തരത്തിൽ തകർന്നു വീഴുമ്പോൾ, അത് കത്തി അമരുമ്പോൾ അതിൽ എന്താണ് ഇത്തരം ഏതെങ്കിലും തരത്തിലുള്ള പുകപടലമോ കാലാവസ്ഥയോ ആയിട്ടുള്ള പ്രശ്നങ്ങളല്ല, മറിച്ച് വിമാനത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ സാങ്കേതികമായിട്ടുള്ള വിമാനത്തിൻ്റെ തകരാറാണെങ്കിൽ അത് ഒരുപക്ഷെ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കും. കാരണം ഇത്തരത്തിലൊരു വലിയ നേതാവിനെ കൊണ്ടുപോകുന്ന വിമാനം എന്തായാലും അതിൻ്റെ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും ഇത്തരത്തിൽ യാത്രകൾക്ക് മുതിരുന്നത്. എന്നാൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാങ്കേതിക പിഴവ് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സാങ്കേതിക പിഴവുണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലടക്കം ഒരു അന്വേഷണം നടത്തേണ്ടി വരും. ആ അന്വേഷണത്തിലൊക്കെ റിപ്പോർട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അത് വലിയ രീതിയിൽ ചർച്ചയാവാൻ പോകുന്ന വിഷയങ്ങളായിരിക്കും. എന്തായാലും കാലാവസ്ഥ മാത്രമാണ് പ്രശ്നമെങ്കിൽ അതിൽ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേസമയം സാങ്കേതികമായിട്ടുള്ള പിഴവുകൾ പരിശോധിക്കാതെയുള്ള യാത്രയാണ് ഇത് ആരംഭിച്ചതെങ്കിൽ അതിൽ ഒരുപക്ഷെ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ പുറത്തു വരികയുള്ളൂ. ആ കാര്യങ്ങളടക്കം അതിൻ്റെയൊക്കെ റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും ഈ
ഈ ഒരു വിഷയത്തിൻ്റെ ദുരൂഹത നീങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഇപ്പോൾ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി BJP ആണ് പ്രധാന എതിരാളി എന്നുള്ള നിലയ്ക്ക് കൂടി മമതാ ബാനർജി തങ്ങളുടെ ആരോപണം ശക്തമായ രീതിയിൽ വീണ്ടും ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ലോക്സഭയിലും ഈ വിഷയം ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇപ്പോൾ ബജറ്റ് സെഷൻസ് ഇന്ന് മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്കൊപ്പം ഈ ഒരു വിഷയം കൂടി പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. VVIPകൾക്ക് പോലും ഈ രാജ്യത്ത് സുരക്ഷയില്ല എന്നുള്ള ഒരു കാര്യവും, അതുപോലെ ഇവിടുത്തെ അന്വേഷണ ഏജൻസികളൊന്നും സ്വതന്ത്രരല്ല എന്നുള്ള മമതാ ബാനർജിയുടെ ആരോപണം കൂടി ചേർന്നുകൊണ്ട് ചർച്ചയാക്കാനായിരിക്കും പ്രതിപക്ഷം നീങ്ങുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സജിത്ത്. എന്തായാലും ഈ അപകട കാരണം കണ്ടെത്തുക എന്നത് ഏറെ ഗൗരവമുള്ള കാര്യമാണ്. അത് സംബന്ധിച്ച് സർക്കാരിന് പഴുതടച്ചുള്ള അന്വേഷണം വേണം. രാഷ്ട്രീയ ആക്ഷേപം കേൾക്കും, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം അഹമ്മദാബാദിൽ ഒരു വർഷം മുമ്പ് നടന്ന വിമാന അപകടമുണ്ടാക്കിയ വിവാദങ്ങൾ ഇതുവരെയും തീർന്നിട്ടില്ല. അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ദുരന്ത കാരണം സംബന്ധിച്ച് പൂർണ്ണ ഒരു വ്യക്തത ഇതുവരെയും വരുത്താനായിട്ടില്ല. അപ്പോഴാണ് രാജ്യത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി, ഒരു സംസ്ഥാനത്തിൻ്റെ, മഹാരാഷ്ട്ര പോലെയുള്ള ഒരു വലിയ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രിക്ക് ഇത്തരമൊരു ദുരന്തം നേരിടേണ്ടി വരുന്നത്. അതിൻ്റെ കാരണങ്ങൾ സ്വാഭാവികമായും അന്വേഷിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അഭിലാഷ്, അന്താരാഷ്ട്ര സ്റ്റാൻഡേർഡിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന ഉറപ്പാണിപ്പോൾ വ്യോമസേന കേന്ദ്രങ്ങൾ, വ്യോമസേന മന്ത്രാലയം അടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരം ഉറപ്പുകളാണ് നൽകുന്നത്. ഇത് സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ ടീം ഡൽഹിയിൽ നിന്നിപ്പോൾ പൂനെ വഴി ബാരാമതിയിലേക്ക് എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്പോട്ടിൽ നിന്നും ശേഖരിക്കേണ്ട വിവരങ്ങൾ, ബ്ലാക്ക് ബോക്സും പ്രധാനപ്പെട്ട രേഖകളും ശേഖരിച്ചു കഴിഞ്ഞു. പക്ഷേ അതിനപ്പുറം ഈ ദൃക്സാക്ഷികളുടെ ചില മൊഴികളുണ്ട്. 3 വട്ടം പൊട്ടിത്തെറിച്ചു എന്നതാണ് അവർ പറയുന്നത്. രക്ഷപ്പെടുത്താൻ വേണ്ടി ആദ്യ സമയം ഓടിക്കൂടിയവർക്ക് അടുക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയ തീപിടുത്തമാണ് അവിടെ ഉണ്ടായത്. ഇതൊക്കെ ദൃക്സാക്ഷികളുടെ വിവരങ്ങളാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ബോക്സിനപ്പുറം പ്രദേശത്ത് നിന്നും ശേഖരിക്കേണ്ട തെളിവുകളും വിവരങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള ഒരു അന്വേഷണ ഘട്ടങ്ങളായിരിക്കുമോ ഇനി ഉണ്ടാവുക? ഈ സജിത്ത് പറഞ്ഞത് ഒരു നിർണായകമായ ഒരു പോയിന്റാണ്. ആ ദൃക്സാക്ഷി ഈ അപകടം കണ്ടുകൊണ്ടിരുന്ന ആ ദൃക്സാക്ഷി പറഞ്ഞത്, വിമാനം തകർന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് ആദ്യം ഒരു തവണ അത് പൊട്ടിത്തെറിച്ചു, അതിനുശേഷം അത് അടങ്ങുന്നതിന് മുമ്പ് വീണ്ടും 2 തവണ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്തുകൊണ്ട് അത്തരത്തിൽ വിമാനം പൊട്ടിത്തെറിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത്തരത്തിൽ ദൃക്സാക്ഷി പറഞ്ഞ ആ വിവരത്തിൽ എന്തെങ്കിലും കാമ്പുണ്ടെങ്കിൽ മമതാ ബാനർജി പറഞ്ഞതുമായി ചിലപ്പോൾ തൃണമൂൽ കോൺഗ്രസോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളോ അത് കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഒരു തകർന്നു വീഴുന്നൊരു വിമാനം പലതവണ എങ്ങനെ പൊട്ടിത്തെറിക്കും എന്നുള്ള അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ വരുന്ന അന്താരാഷ്ട്ര തലത്തിൽ മികവുറ്റ അന്വേഷണ സംഘത്തിന് അക്കാര്യം പരിശോധിക്കേണ്ടി വരും. മാത്രമല്ല, ഈ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള പ്രധാനപ്പെട്ട നിർണായക വിവരങ്ങൾ അവിടെ നിന്ന് ശേഖരിച്ചെങ്കിലും ഈ വിമാനത്തിൽ നിന്നുള്ള പല കാര്യങ്ങളും, വിമാനത്തിനകത്ത് മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കും. മാത്രമല്ല, ആ മേഖലയിലെ കാലാവസ്ഥ ഈ പറഞ്ഞതുപോലെ ഇത്രയും ഒരു വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കാലാവസ്ഥയാണോ അവിടെ ഉണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി പ്രധാനമായും അന്വേഷിക്കേണ്ടി വരും. മാത്രമല്ല, ഈ വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ട് മുമ്പ് പൈലറ്റുമാരുടെ സംഭാഷണങ്ങൾ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി ആ ബ്ലാക്ക് ബോക്സിൽ നിന്ന് ഇതെല്ലാം കൂടി കണക്ക് കൂട്ടിച്ചേർത്തിട്ടായിരിക്കും ഇവിടെ ഒരു അന്വേഷണം ഉണ്ടാവുക. മാത്രമല്ല, അത്രയും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത്രയും സുരക്ഷയുള്ള, അത്രയും VVIക്ക് സഞ്ചരിക്കാനുള്ള വിമാനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ പരിശോധനകളും നടത്തിയ ശേഷമായിരിക്കും അതൊരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറാവുക. അത്തരത്തിലുള്ള സുരക്ഷാ പരിശോധനകൾ കൂടി പിന്നിട്ടിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ. അഭിലാഷേക്ക് വരാം. ഇതാ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഈ അപകടം സംബന്ധിച്ച ഒരു സുപ്രധാനമായ ദൃശ്യമാണ്. അതായത് ദൂരെയുള്ള ഒരു CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യമാണ്. അങ്ങ് അകലെ നമുക്ക് കാണാനാവും ഫ്ലൈറ്റ് വീണ് പുകപടലങ്ങൾ ആകാശത്തേക്ക് ഉയരുന്ന ആ എക്സ്പ്ലോഷൻ്റെ ഒരു തീവ്രത വ്യക്തമാക്കുന്ന ദൃശ്യമാണ്. അതായത് ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്ന വിഷയമല്ല, അതിനപ്പുറം ആ സ്ഫോടനം നടക്കുന്നതിൻ്റെ വളരെ വിദൂരത്തിലുള്ള ഒരു CCTV ക്യാമറയിൽ പതിഞ്ഞ ചില ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകരിലേക്ക് വരുന്നത്. ഇതാണിപ്പോൾ ആ അപകടത്തിൻ്റെ ഇതുവരെ പുറത്തു വന്ന ഒരു ദൃശ്യം. സാധാരണ സാങ്കേതികവിദ്യ ഇത്ര വലുതായ കാലത്ത് പലപ്പോഴും ഈ എക്സ്പ്ലോഷൻ്റെ ആ ദൃശ്യങ്ങളൊക്കെ എവിടെയെങ്കിലും ലൂടെ പുറത്തു വരുന്നതായിരുന്നു. പക്ഷേ അജിത് പവാറിൻ്റെ ഈ അപകട ദൃശ്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതാ ഇപ്പോൾ പുറത്തു വരുന്ന ഈ അപകടത്തിൻ്റെതെന്ന് കരുതപ്പെടുന്ന ദൃശ്യമാണ്.
ഇന്ന് രാവിലെ 8:46 ആ CCTVയുടെ ടൈമിംഗ് ശ്രദ്ധിക്കുക. 8:46 ആ എക്സ്പ്ലോഷൻ നടക്കുന്ന ആ ദൃശ്യമാണ് പുറത്തു വരുന്നത്. അഭിലാഷ്, നമുക്ക് ദൃശ്യത്തിൽ വളരെ വ്യക്തമാണ് അത് എത്ര വലിയൊരു തീവ്ര പൊട്ടിത്തെറിയാണ് അവിടെ ഉണ്ടായതെന്ന കാര്യം. സ്വാഭാവികമാണ്, വിമാനം വീഴുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ദൃക്സാക്ഷി വിവരണം കൂടുതൽ വ്യക്തതയുള്ളതാണ്, അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ, അല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും സജിത്ത്, വലിയൊരു പറഞ്ഞത് ഈ നാട്ടുകാർ ദൃക്സാക്ഷി പറഞ്ഞത് തങ്ങൾക്ക് ഓടി അടുത്ത് ചെല്ലാനോ അവിടെ നിന്നുള്ള ആൾക്കാരെ ഈ വിമാനത്തിലുള്ള ആളുകളെ രക്ഷിക്കാനോ അടുത്തേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. കാരണം അത്ര വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. അത് ഒരിക്കലല്ല 3 തവണ ആ വിമാനം പൊട്ടിത്തെറിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അത്രയും വലിയൊരു തീയും പുകയും ഉയരുന്നത് കാണുമ്പോൾ അത് ആ പറഞ്ഞത് ശരിവെക്കാനാണ്, ആ ദൃക്സാക്ഷിയുടെ വാക്കുകൾ ശരിവെക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. കൃത്യം 8:46 വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം അവിടെ നടക്കുന്നത്. ആ ഒരു ആളൊഴിഞ്ഞ പ്രദേശമായതുകൊണ്ട് മാത്രം ഒരു ഇതിലും വലിയൊരു ദുരന്തം ഉണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷേ അജിത് പവാറിനും ഒപ്പമുണ്ടായിരുന്ന ആളുകൾക്കും ജീവൻ നഷ്ടമായിരിക്കുന്നു. ഈ CCTV ദൃശ്യങ്ങളടക്കം വളരെ നിർണായകമായിട്ടുള്ള രേഖകൾ ഈ അന്വേഷണ ഏജൻസിക്ക് പരിശോധിക്കേണ്ടി വരും. കാരണം ഒരു 8 മുതൽ 9 പേർ വരെ സഞ്ചരിക്കുന്ന ഒരു വിമാനമാണ്. അതിൽ നിന്ന് ആ ഒരു വിമാനം പൊട്ടിത്തെറിക്കുമ്പോൾ ഇതിലും ഇത്ര വലിയ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് എങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളടക്കം അവിടെ പരിശോധിക്കേണ്ടി വരും. സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപകടമുണ്ടായതിൽ നിന്ന് എത്രയോ ദൂരെയുള്ള ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തൊട്ടടുത്ത് ആ മേഖല മുഴുവൻ നമുക്ക് ഇപ്പോഴത്തെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ വിമാനം വീണ മേഖല മുഴുവൻ കത്തിക്കരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്രയും വലിയൊരു എക്സ്പ്ലോഷൻ അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ എന്താണ് കാരണമെന്നുള്ളത് ഏറ്റവും പ്രധാനമായും ഇവർ അന്വേഷിക്കേണ്ടി വരുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്താണ് നടന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ വിമാനം എന്തുകൊണ്ട് തകർന്നു വീണു, എന്തായിരുന്നു അവിടുത്തെ കാരണം, അതിൽ ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്ന ഈ ഒരു അവിടുത്തെ കാലാവസ്ഥ തന്നെയാണോ പ്രധാനപ്പെട്ട കാര്യം, അതല്ല മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി അവർക്ക് അന്വേഷിക്കേണ്ടി വരും. അതിന് പ്രധാനമായും കാരണം ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ചില ആരോപണങ്ങൾ, ശക്തമായ ആരോപണങ്ങൾ പരോക്ഷമായെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. അത് വിരൽ ചൂണ്ടുന്നത് കേന്ദ്ര സർക്കാരിലേക്കും BJP-യിലുമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭാഗം ക്ലിയറാക്കാൻ, ജനങ്ങൾക്ക് മുന്നിൽ ക്ലിയറാക്കാൻ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.